പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് വളരെ പ്രയോജനമുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റാഷണലൈസ് 1/7 + 5√2. ഇതിനെ റാഷണലൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റാഷണലൈസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/7 + 5√2 ഇൻറ്റു റാഷണലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം ഏതാണ്? 7 - 5√2. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് റാഷണലൈസ് ചെയ്യാൻ നമ്മൾ മൈനസ് സൈൻ യൂസ് ചെയ്യുന്നു. 7 - 5√2. ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഈ സെയിം ടേം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. = 1 × 7 - 5√2 ഈസ് 7 - 5√2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താവും? ഇതിനെ ഒന്ന് നോക്കിയേ. ഇതെന്തായി? a + b. ഇതെന്തായി? a - b. അപ്പോൾ a + b × a - b ഈസ് a² - b². അപ്പോൾ a എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്, മൈനസ് b². അപ്പോൾ 5√2 the whole square = 7 - 5√2 divided by 7² is 49 minus 5√2² എന്ത് വരും? 5√2 the whole square എന്ന് വെച്ചാൽ 5ൻ്റെ സ്ക്വയർ 25, √2ൻ്റെ സ്ക്വയർ 2, √2 × √2 is 2. അപ്പോൾ എന്ത് വരും? 50 എന്ന് വരും. = 7 - 5√2 divided by 49 minus 50 is -1. ദാറ്റ് ഈസ് ഈ നെഗറ്റീവ് നമുക്ക് മേളിൽ കൊണ്ടുപോകാം അല്ലേ? അപ്പം ഈ നെഗറ്റീവ് അപ്പം ഈ രണ്ട് ടേമിനും ഉള്ളതാണ്. അതുകൊണ്ട് നെഗറ്റീവ് കൊണ്ട് നമ്മൾ ഈ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം -7 നെഗറ്റീവ് കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ +5√2. അപ്പം -7 + 5√2. അപ്പോൾ മിക്ക സ്റ്റുഡൻസിനും തെറ്റുന്നത് ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈൻ വരുമ്പോഴാണ്. ഈ നെഗറ്റീവ് സൈൻ ഡിനോമിനേറ്ററിലാണെങ്കിൽ ആ നെഗറ്റീവ് സൈൻ നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് അവിടെ എത്ര ടേം ഉണ്ടോ അതിനെ മൊത്തം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെഴുതണം കേട്ടോ. ഇല്ലെങ്കിൽ നെഗറ്റീവ് കൊടുത്തിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് ഇടുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രാക്കറ്റ് ഇല്ലാതെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്ത് തന്നെ എഴുതണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. Next question, find the value of 81 raised to 0.16 into 81 raised to 0.09. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? = ഇതെന്താണ്? a raised to m into a raised to n. a raised to m into a raised to n എന്താണ്? a raised to m plus n. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 80 നിങ്ങൾ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ട് വേണം ഈക്വൽ സൈൻ ഇടാൻ കേട്ടോ. 81 raised to 0.16 plus 0.09. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0.16ഉം 0.09ഉം. 9 + 6 is 15. 1 + 1 2. അപ്പോൾ 0.25 എന്ന് കിട്ടി. 81 raised to 0.25. ഈ 0.25നെ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രാക്ഷണൽ. ഡെസിമലിനെ എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാം? 0.25നെ ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതാം? ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ ഇതിനെ 25/20 വരുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 0.25നെ നമ്മൾ 25/100 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് 81 raised to 25/100 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? കട്ട് ചെയ്താൽ എന്ത് വരും? 25ൻ്റെ മൾട്ടിപ്പിളാണ് 100. അപ്പോൾ 25 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 25 ഡിവൈഡഡ് ബൈ 25 ഈസ് 1. 100 ഡിവൈഡഡ് ബൈ 25 ഈസ് 4. അപ്പോൾ 81 raised to 1/4 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 81നെ പവർ 4 വരുന്ന രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോൾ 81 എന്ന് പറയുന്നത് നമ്പർ ഏത് നമ്പറിൻ്റെ പവർ 4 ആയിട്ട് വരുന്നതാണ്? 81 3യുടെ ആണല്ലേ. 3 3s are 9, 9 3s are 27, 27 × 3 81.
അപ്പോൾ എങ്ങനെ എഴുതാം? 81നെ നമുക്ക് 3⁴ എന്ന് എഴുതാം. ദ ഹോൾ റേസ് ടു 1/4. This is a raised to m, the whole raised to n, that is a raised to m into n. അപ്പോൾ 3⁴ into 1/4. 4ഉം 4ഉം കട്ടായി. ആൻസർ ഈസ് 3.